മികച്ച കളക്ടർക്കുള്ള റവന്യൂ വകുപ്പിന്റെ പുരസ്കാരം സർക്കാർ നൽകിയ വ്യക്തിയാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ്. പക്ഷേ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വ പ്രവൃത്തികളിലും മികവാണ്. കാലിലെ കുഴിനക ചികിത്സ തേടാൻ ആശുപത്രിയിൽ പോകാൻ കളക്ടർ സാറിന് സമയമില്ലെന്ന് തോന്നുന്നു. ജനറൽ ആശുപത്രിയിൽ ഡ്യൂട്ടി ചെയ്യുകയായിരുന്ന സർജനെ കുഴിനക ചികിത്സയ്ക്കായി കളക്ടറുടെ ക്യാമ്പ് ഹൗസിലേക്ക് അദ്ദേഹം വിളിച്ചു വരുത്തി. തീർന്നില്ല, ഡോക്ടറെ ഏറെ സമയം അവിടെ നിർത്തി. ഈ സമയം ജനറൽ ആശുപത്രിയിലെ ഒപിയിൽ രോഗികളുടെ വലിയ തിരക്കായിരുന്നു. കളക്ടറുടെ നടപടിയിൽ ഡോക്ടറുടെ പ്രതിഷേധം അറിഞ്ഞതോടെ ഡോക്ടർമാരുടെ സംഘടനയായ KGMOയെ ഇളകി. ഡോക്ടർമാരോട് മാന്യമായി ഇടപെട്ടില്ലെങ്കിൽ പ്രക്ഷോഭമുണ്ടാകുമെന്ന് സർക്കാർ ഡോക്ടർമാർ രംഗത്തെത്തി. അടിമകളെ പോലെ കണ്ടുകൊണ്ട് ഒരു ഷൂട്ടർ മനോഭാവത്തോടു കൂടി ഒരു ജില്ലാ ഭരണാധികാരി ഡോക്ടർമാരെ സമീപിക്കുന്നത്, ആ സമീപനം സംഘടനയ്ക്ക് ഒരു കാലത്തും വെച്ചുപൊറിപ്പിക്കാൻ സാധിക്കില്ല. ഇതേ പെരുമാറ്റം കളക്ടർക്ക് ശീലമാണ്. കഴിഞ്ഞ വർഷം മാർച്ചിൽ മാതൃഭൂമി ന്യൂസ് അത് തുറന്നു കാട്ടിയിരുന്നു. പൊതുജനങ്ങളും ജീവനക്കാരും ഉപയോഗിക്കുന്ന കളക്ടറേറ്റിലെ ലിഫ്റ്റ് കളക്ടർക്ക് പോകാൻ മാത്രം മണിക്കൂറുകളോളം പിടിച്ചിടുന്നതായിരുന്നു ജെറോമിക് ജോർജിന്റെ പ്രവൃത്തി. ജനങ്ങൾ പടികയറി വലയുന്നതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമായില്ല. സംഭവം പുറത്തായതോടെ അന്ന് ആ പണി അവസാനിപ്പിച്ചെങ്കിലും സർക്കാർ ശക്തമായി ഇടപെട്ടില്ല. പിന്നാലെ മികവിനുള്ള പുരസ്കാരവും കൊടുത്തു. ഇപ്പോൾ സമാനമായ തെറ്റ് കളക്ടർ ആവർത്തിച്ചപ്പോൾ CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിന് പരസ്യമായി രംഗത്തെത്തേണ്ടി വന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അധികാര ദുർവിനിയോഗത്തിൻ്റെ ഒരു സ്വഭാവം കൂടി ഈ വിഷയത്തിനകത്ത് കൊണ്ട് എന്നാണ് തോന്നുന്നത്. ലിഫ്റ്റ് പിടിച്ചിട്ടതായിരുന്നാലും ഒരു ഡോക്ടറെ ഒരു ചെറിയ അസുഖത്തിന് വിളിച്ചു വരുത്തിയതായിരുന്നാൽ തന്നെയും, അതായത് ജനങ്ങളെ കൊഞ്ഞനം കാട്ടുന്ന പ്രവൃത്തി ഉണ്ടായപ്പോൾ ശക്തമായ താക്കീത് കൊടുക്കാത്തതിനാലാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗമായവർക്ക് തന്നെ കളക്ടറെ തള്ളിപ്പറയേണ്ടി വന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.